കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുന്നതിലും വലിയ ഹൈപ്പിലേക്കാണ് അവരുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട് ജനം കാത്തിരിക്കുന്നത്. അപ്പോ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് നൽകും. അങ്ങനെ ഒരുപാട് പദ്ധതികളാണ് ഇവർ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നടപ്പിലാകുമോ സർ? അതിപ്പോ ഇതേ നമ്മള് കേട്ടിട്ടില്ലേ, നമ്മളെ ആന കൊടുത്താലും ആശ കൊടുക്കാമോ എന്ന് ഒരു പ്രകടിപ്പിച്ചൊരു പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിടത്തുള്ള അവസ്ഥയാണിത്. നമ്മളൊക്കെ ഒരു ആനയെ വേണമെന്നുണ്ടെങ്കിൽ കടം മേടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് മനുഷ്യരെ ആശിപ്പിച്ചു കഴിഞ്ഞാല്, മോഹിപ്പിച്ച് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാല് അതൊന്നും നടന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ എന്താണ്? അതാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നമ്മൾ വായിക്കുമ്പോൾ. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരെ കൊണ്ട് നടപ്പാക്കാൻ പറ്റുകയില്ലെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അതിനുള്ള സാമ്പത്തിക പശ്ചാത്തലം കൂടെ നമുക്ക് വേണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ 5 ലക്ഷം കോടി രൂപയാണ് പൊതുകടം. അപ്പൊ അതിനെ 6 ലക്ഷം കോടി രൂപ എത്തി. അതിനെ നമ്മൾ 3.5 കോടി കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുമ്പോൾ ഒരാടെ കടം എത്ര ഉണ്ട്, നമ്മുടെ മുതുകത്ത് എത്ര ലക്ഷത്തിന്റെ കടവിരിപ്പുണ്ടെന്നുള്ളത് അന്നേരം അറിയാൻ പറ്റും. അതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇത് കൂടി വരികയുമാണ്. അപ്പൊ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് ആണ് നമ്മുടെ ഓരോ സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമുക്ക് എന്തും വിളിച്ചു പറയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് പ്രഖ്യാപനങ്ങളും നടത്താം. പക്ഷെ നമ്മുടെ കയ്യിൽ കാശ് വേണ്ടേ? ഈ കാശില്ലാതെ വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ല. ATM കാർഡ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലല്ലേ പ്രയോജനമുള്ളൂ. അല്ലാതെ ഞാൻ ATM കാർഡ് ഹോൾഡറാണ്, എന്റെ 3 കാർഡുണ്ട് 4 കാർഡുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇപ്പൊ ഒരു അവസ്ഥ കേരളത്തിന് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ആന വാപൊളിക്കുന്നത് കണ്ട് മറ്റു ചില സംസ്ഥാനങ്ങൾ, നമ്മളെക്കാട്ടിൽ വളരെ സാമ്പത്തിക സുസ്ഥിരതയുള്ള സംസ്ഥാനങ്ങൾ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. അതവർ നടപ്പാക്കുകയും ചെയ്യും. എന്ന് കരുതിയിട്ട് ആന വാപൊളിക്കുന്നത് കണ്ടിട്ട് അണ്ണാൻ വാപൊളിച്ചാത്ത അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതൊന്നും ഉണ്ടാകുമോ, അങ്ങനെ ഒരു ഭയം നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് UDF-നാണല്ലോ കേരളത്തിന്റെ ഭരണം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവരുടെ പ്രകടന പത്രിക കണ്ട ശേഷം അപ്പൊ അവർക്ക് ഭരണവും കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോ അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ മതി. ഇപ്പൊ അതിന് നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന സമയത്ത് ഡൽഹി തിരക്കിട്ട ചർച്ചയാണ്. അതിനുശേഷം ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റിലായിട്ട് കുറച്ച് ആളുകൾ വരുന്നു. തീരുമാനം സീൽഡ് കവറിലാക്കി കൊണ്ടുവരുന്നുണ്ട്. AICC നിരീക്ഷകരുണ്ട്. അതേപോലെ തന്നെ ജനറൽ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വരുന്നു. എന്നിട്ട് KPCC കോൺഗ്രസ് ഭവനിൽ വെച്ചിട്ട് നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ആ രഹസ്യ കവർ പൊട്ടിക്കും. അന്ന് ആ മുഖ്യമന്ത്രി അറിയാമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ തുടരട്ടെ, അതവിടെ തുറന്നോട്ടെ. പക്ഷെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇവർ പറഞ്ഞ നാട്ടുകാരെ ആഫീസ് കയ്യേറുന്ന സ്ഥിതിയിലേക്കാണ്. കോൺഗ്രസ് ഓഫീസ് ആസ്ഥാന മന്ദിരം കയ്യേറുന്ന സ്ഥിതിയിലേക്ക് എത്തി. അത്ര കണ്ട് മടുത്തു. അത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ പോലും മടുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കട്ടെ. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞയോടൊപ്പം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും 1 or 2 നടപ്പാക്കണം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങളാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. അതിൽ 1 or 2 എണ്ണമെങ്കിലും പെട്ടെന്ന് നടപ്പാക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. അതെന്ന് പറഞ്ഞാൽ എല്ലാ സർക്കാർ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. അതായിരുന്നു അവിടെ പ്രഖ്യാപനം. കേരളത്തിൽ ആദ്യമായിട്ടൊരു പ്രഖ്യാപനം അങ്ങനെ വരികയാണ്. നേരത്തെ കാലത്ത് എന്തോ ഒരു ചെറിയ ആലോചനകളൊക്കെ ഉണ്ട്. ചെറിയൊരു പരീക്ഷണം പോലെയൊക്കെ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. അങ്ങനെ അത് മാറ്റിവെക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് അപ്പൊ ബസ്സുകളെന്ന് പറയുമ്പോൾ സർക്കാർ ബസ്സുകൾ പല കാറ്റഗറി വരുന്നുണ്ട്. അത് ഓർഡിനറി ബസ്സുകളുണ്ട്, അതേപോലെ തന്നെ ഫാസ്റ്റ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗ്രേഡ് കൂടിയ വണ്ടികളുണ്ട്, ഇന്റർസ്റ്റേറ്റ് സർവീസുകളുണ്ട്. അപ്പൊ ഇതിനകത്തില് ഏത് സർവീസിലാണ് സ്ത്രീകൾക്ക് ഫുൾ സൗജന്യം അനുവദിക്കുന്നത് എന്നുള്ളത് പറഞ്ഞില്ല. മറ്റു ചില സംസ്ഥാനങ്ങൾ ഇപ്പൊ തമിഴ്നാടും കർണാടകവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ലോക്കൽ ബസ്സുകളിലാണ്, ലോക്കൽ വരുന്ന സാധാരണ ഓർഡിനറി ബസ്സുകളിലാണ് ഇത്തരം സൗജന്യങ്ങൾ അനുവദിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് വലിയ സാമ്പത്തിക പ്രയാസമാണ് കേട്ടോ. കർണാടക സർക്കാർ ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ചാലോ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ് അത് കൊണ്ടുപോകാനായെന്നതിന്. കാരണം അവിടുത്തെ സർക്കാർ സർവീസ് വളരെ പ്രതിസന്ധിയിലായി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാര്യത്തിലും ഒരു പക്ഷെങ്കിൽ ഈ ഒരു തീരുമാനത്തിന് ആദ്യം നാളെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താൽ ഒപ്പിടേണ്ടി വരും. വന്ന സമയത്താണ് KSRTCന്റെ കണക്കെടുത്തു, ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കണക്കെടുത്തു. കാരണം ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വരാൻ പോവുകയാണല്ലോ. രാഹുൽ ഗാന്ധിയുമാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റ് കണക്കെടുത്ത് നോക്കുമ്പോഴാണ് ഈ വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്.
അതായത് ഓർഡിനറി ബസ്സുകളിലാണ് യാത്ര സൗജന്യം അനുവദിക്കുന്നതെങ്കിൽ ഇപ്പൊ അവർ സ്ത്രീകളുടെ കണക്കെടുത്തു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എടുത്ത കണക്കിനകത്ത് കാണിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ പോകുന്ന സർക്കാർ ബസ്സുകളിൽ ഏതാണ്ട് 50% മുകളിൽ സ്ത്രീകളാണ് യാത്രക്കാർ. അത് ശരിയാണ്. അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പുരുഷന്മാരും മറ്റ് യുവാക്കൾ അങ്ങനെ കാറ്റഗറിയൊക്കെ അവർ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രായമായവരും മറ്റേ പിന്നെ സ്ത്രീകളുടെ പിന്നെ ബസ്സിലെ യാത്രക്കാരിൽ നല്ല ശതമാനം സ്ത്രീകളാണ്. നമുക്കത് കണ്ടാലത് ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്താൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. അപ്പൊ ആദ്യമൊക്കെ സ്ത്രീകൾക്ക് 1-2 സീറ്റുകളാണ് സംവരണം ചെയ്തിരുന്നത്. ഈ സ്ത്രീ പിന്നെ ഇന്ന് വനിതാ സംവരണം അല്ലെ സ്ത്രീ സംവരണം എന്നൊക്കെ അത് സീറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പുരുഷന്മാരിരുന്ന ശിക്ഷാർഹവുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കി. ഇപ്പോൾ നമ്മളൊരു ബസ്സിലൊന്ന് കയറി നോക്കി, ബസ്സിൽ കയറി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ചിലപ്പോൾ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടത്തില്ല. അതേപോലെ നിറഞ്ഞാണ് പോകുന്നത്. നിറഞ്ഞ സ്ത്രീകളാണ് അതിനകത്ത് പോകുന്നത്. പോട്ടെ, നല്ല കാര്യം. അവര് പിന്നെ പൊതു ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഗവൺമെന്റ് എടുത്ത കണക്കെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ സർക്കാർ ബസ്സുകളിലെ ടിക്കറ്റ് മെഷീൻ കൊടുക്കുന്ന ടിക്കറ്റിനകത്തില് ജെൻഡർ കൂടെ സൂചിപ്പിച്ചുകൊണ്ടൊരു ഫോം ഇതൂടെ ഒരു ക്ലോസ് കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതായത് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്രയും യാത്രക്കാർ സ്ത്രീകളാണെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ യാത്രക്കാരുടെ എണ്ണം കൂടെ വെച്ച് ആ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ ഈ സൗജന്യം അനുവദിക്കണമെന്നുണ്ടെങ്കിൽ KSRTCക്ക് പ്രതിമാസം 30 കോടി രൂപയുടെ വരുമാനക്കുറവുണ്ടാകുമെന്നാണ്. അതായത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് 30 കോടിയോളം രൂപയുടെ കുറവുണ്ടാകും. അതാണ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം. ഇത് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളിലേക്ക് ഇത് നീട്ടിക്കഴിഞ്ഞാൽ, ഓർഡിനറിയോടൊപ്പം തന്നെ ഫാസ്റ്റ് പാസഞ്ചറും സ്ത്രീകൾക്ക് സൗജന്യം അനുവദിച്ചു കഴിഞ്ഞാൽ ആ വരുന്ന സർക്കാരിന് വരുന്ന അധിക ബാധ്യത ഏതാണ്ട് 60 ലക്ഷം 55-60 ലക്ഷം രൂപ വരുമെന്നാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് അവർ കണ്ടിരിക്കുന്നത്. അത് സൂപ്പർ ഫാസ്റ്റിലേക്ക് കൂടെ ആണെങ്കിൽ അതിൽ കൂടുതൽ 75-80 കോടി രൂപയുടെ അധിക ചെലവ് KSRTCക്ക് വരും. അതാണ് വലിയ കണക്ക്. ഇത് നമ്മുടെ മാസം ഇത്രയാണെങ്കിൽ വർഷം എത്ര രൂപയുടെ വർധനവ് വേണ്ടി വരും, എത്ര രൂപ അധികമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഇപ്പൊ KSRTCയുടെ അവസ്ഥ നമുക്കറിയാം. ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുമ്പോഴേ ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്ന് അതായത് ഫ്രീബീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനതയെ തന്നെ ഇല്ലാതെയാക്കുന്ന തരത്തിലേക്കാണ് കൊണ്ടുപോയി ചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. അപ്പോ ഇത്രയും കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒടുവിൽ ഇത് നടപ്പിലാക്കാണ്ട് വരുമ്പോഴും ഇത് സർക്കാരിനെ തന്നെ ബാധിക്കും, വരാനിരിക്കുന്ന സർക്കാരിനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. അല്ല, ഉറപ്പാണ്. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ വയബിലിറ്റി നോക്കണമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ സാമൂഹ്യ പെൻഷൻ ഇപ്പൊ 2000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ മറിയക്കുട്ടി അമ്മമാരൊക്കെ പിച്ചച്ചട്ടി കൊണ്ട് വന്നതൊക്കെ ഓർക്കുന്നില്ലേ? അതെ. അവരുടെ പെൻഷൻ ഇപ്പൊ മുടങ്ങാതെ പോകുന്നുണ്ട്. ആ 2000 എന്നുള്ളത് 3000 രൂപയാക്കുമെന്നാണ് ഒരു പ്രഖ്യാപനം. ഒരു പക്ഷെങ്കിൽ KSRTC സൗജന്യത്തോടൊപ്പം ഈ തീരുമാനം നടപ്പാക്കേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ ഉദ്ദേശം കണക്കാക്കുന്നത് ഏതാണ്ട് 1860 കോടി രൂപ അധികം വേണ്ടി വരും. 1800 കോടി രൂപ അധികം വേണം ഇത് ഈ പദ്ധതി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ. ഈ 3000 രൂപ കൊടുക്കണമെങ്കിൽ 62 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത്. എങ്ങനെ നടപ്പാക്കും ഇത്? ഇതിനൊക്കെ വരുമാനം ഇവിടുന്നാണ്. ആകപ്പാടെ നമ്മുടെ മദ്യ വ്യവസായത്തിൽ നിന്നാണ്, മദ്യത്തിൽ നിന്നാണ് നമ്മുടെ പ്രധാനം. പിന്നെ ലോട്ടറി, പിന്നെ അല്ലാതെ കിട്ടുന്ന GST വരുമാനമേ ഒക്കെ ഉള്ളൂ സംസ്ഥാനത്തിന്. റവന്യൂ പിരിവുകൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന നികുതി വരുമാനങ്ങൾ, പല ഇനങ്ങളിലുള്ള നികുതി അത് കൂട്ടുകയല്ലേ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും ഒരു അമിത നികുതി ജനങ്ങളുടെ മേലിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? ഉണ്ടാകും. അഭിനന്ദനത് വരിക. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇന്നോ നാളെയോ പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വില കൂട്ടും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പൊ അതിനോടൊപ്പം തന്നെയാണ് ഈ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അധിക നികുതി വേണ്ടി വരും. ഇപ്പൊ പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും കുറച്ച് സെസ് കിട്ടും. സെസ്സും കുറച്ച് അധിക വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ ചെലവ് നികത്തിയെടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഉദ്ദേശ കണക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ ബാധ്യതയാണ് സർക്കാരിന് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെക്കാട്ടിൽ സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ നമ്മൾ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മളെ ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞ വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. അതിന്റെ യാഥാർത്ഥ്യബോധം കൂടെ കണ്ടെത്തി വേണമായിരുന്നു ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്താനെന്നാണ് എന്റെ ഒരു അഭിപ്രായം.